إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما അല്ലാഹുവിന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് ചെല്ലുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹു സലാത്ത് ചെല്ലുക? അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഗ്രഹിക്കുക, അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുക, വസീലയിലേക്കും ഫദീലയിലേക്കും മഖാമ മഹ്മൂദിലേക്കൊക്കെ ഉയർത്തുക. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലുന്നതായ സലാത്തിന്റെ രൂപത്തിൽപ്പെട്ടതാണ്. അതേ സമയത്ത് മലക്കുകൾ ചെല്ലുന്ന സലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഷിട്ടികൾ ആരായിരുന്നാലും നാമും അങ്ങനെ. അപ്പോൾ നാം റസൂലുള്ളാഹിക്ക് സലാത്ത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, റസൂലേ എങ്ങനെ സലാത്ത് ചെല്ലണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു സഹാബാക്കൾക്ക് സലാത്ത് ചെല്ലേണ്ട രൂപങ്ങൾ. അതിന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലേണ്ടതായ രൂപങ്ങൾ 5 or 6 ലഫ്ളുകളിലൂടെ സഹിഹായ ഹദീസുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് കാണാം. അതിലേറ്റവും മഷ്ഹൂറത്തായതും മഅറൂഫത്തായതുമായ സലാത്താണ് اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد എന്നതായ നാം സാധാരണ ചെല്ലാറുള്ളതായ ഇബ്രാഹിം സലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നതായ അത്തഹിയ്യാത്ത് ഓതുന്ന സന്ദർഭത്തിൽ ഓതാറുള്ളതായ സലാത്ത്. അപ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചെല്ലാനുള്ളതായ സലാത്തായിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച, റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ച സലാത്തിൽപ്പെട്ടത് കൂടിയാണ് അത് എന്നത് നാം മനസ്സിലാക്കണം. ഇത് നാം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാക്കിലൂടെ കടപ്പാട് നിർവഹിക്കാൻ ഭൂമിയിൽ വെച്ചിട്ട് നാം ചെയ്യേണ്ടതായ ആ കടപ്പാടിൽ പെട്ടതാണ്, ആ നിർബന്ധ ബാധ്യതയിൽ പെട്ടതാണ് റസൂലുള്ളാഹിക്ക് നമസ്കാരത്തിന് അകത്തുള്ള സലാത്ത്. അതുപോലെ മറ്റു സലാത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ച നിർബന്ധമായ സലാത്ത് അതെവിടെയാണ്? റസൂലുള്ളാഹിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അവരുടെ പേരിൽ സലാത്ത് ചെല്ലുക നിർബന്ധമാണ്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാത്തവൻ അവൻ ലുബ്ധനാണ് എന്ന് നമുക്ക് ഹദീസിലൂടെ റസൂലുള്ളാഹി വിവരിച്ചതായിട്ട് കാണാം. അങ്ങനെയുള്ള ലുബ്ധന്മാരിൽ പെടാത്ത രൂപത്തിൽ റസൂലുള്ളാഹിക്ക് സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ഈ ദിവസം ഇത് ജുമാ ദിവസമാണ്. ജുമാ ദിവസത്തിൽ പ്രത്യേകിച്ച് എല്ലാ ജുമാ ദിവസത്തിലും റസൂലുള്ളാഹി നമ്മോട് പ്രത്യേകിച്ച് ഉണർത്തിയതാണ്, നിങ്ങൾ എന്റെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കുക എന്ന്. ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചതായ ആയത്ത് അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നതായ ആയത്തിന് പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമുക്ക് വഹയിലൂടെ പഠിപ്പിച്ച ഭാഗമാണ്. മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എന്റെ പേരിൽ ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലി അല്ലാഹുവേ റസൂലിനെ രക്ഷിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഗ്രഹിക്കണം എന്ന് റസൂലുള്ളാഹിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. അതാണല്ലോ സലാത്ത്. അങ്ങനെ നാം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു ഈ ചൊല്ലിയ വ്യക്തിക്ക് 10 പ്രാവശ്യം അനുഗ്രഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട്. ഈ സന്തോഷവാർത്ത നൽകിയതായ ഹദീസ് ഇറങ്ങിയതായ സന്ദർഭത്തിൽ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്റായിട്ട് സുജൂദായി അല്ലാഹുക്ക് വീണു എന്ന്. അങ്ങനെ സുജൂദായി വീണതായ സ്ഥലത്തിലായിരുന്നു പിൻകാലഘട്ടത്തിൽ അബൂദർ പള്ളി എന്ന പേരിൽ നമുക്കിപ്പോൾ കൊറോണ യുഗത്തിൽ ആയത് കാരണത്താൽ ഈ ക്ലാസ് ഞാൻ ദശവർഷങ്ങളായി നടത്താറുള്ളത് ആ അബൂദർ പള്ളിയിലാണല്ലോ. ആ പള്ളിയിലേക്ക് മടങ്ങാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് തന്നെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പള്ളിയുള്ള സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ട് ചില റിപ്പോർട്ടിൽ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഹദീസ് അഥവാ സലാത്ത് റസൂലുള്ളാഹിക്ക് ഒരു തവണ ചെയ്തവന് 10 തവണ അള്ളാഹു അനുഗ്രഹിക്കുമെന്ന ആ ഹദീസ് വഹയ്യായിട്ട് ഇറങ്ങിയതായ സ്ഥലം അതായിരുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉള്ളതായ കടപ്പാടിന്റെ ഒരു ഭാഗമാണ് നാം റസൂലുള്ളാഹിക്ക് സലാത്ത് വർദ്ധിപ്പിക്കുക എന്നത്. ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ഭാഗമായിരുന്നു. അതിലും നാം അശ്രദ്ധരാവാൻ പാടുള്ളതല്ല. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതും ദൈനംദിനം റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലാനുള്ളതായ ഒരു ടൈം നാം കണ്ടെത്തേണ്ടതും. രാവിലെ 10 പ്രാവശ്യം, വൈകുന്നേരം 10 പ്രാവശ്യം റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലിയാലുള്ള പ്രത്യേകത പറയുന്ന ഹദീസുകളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെല്ലാം പുറമെ നമ്മുടെ ടൈമിൽ ആ സകലം അള്ളാഹുവിന് ദിക്ർ ചെല്ലുന്നത് പോലെ, അള്ളാഹിനെ സ്മരിക്കുന്നത് പോലെ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ പ്രീതികരമാക്കാനുള്ളതായ ടൈം നാം കണ്ടെത്തേണ്ടതാണ്, സമയം നാം കണ്ടെത്തേണ്ടതാണ്, ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി
സ്വന്തമാക്കി എടുക്കേണ്ടതാണ്. നാം അശ്രദ്ധരായിട്ട് അത്തരം കാര്യങ്ങളിൽ ജീവിക്കാൻ പാടുള്ളതല്ല. കാരണം പലരും റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ പേര് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ പറയും. പക്ഷേ അതേസമയത്ത് ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ഫിറ്റാക്കുന്ന കാര്യത്തിൽ വളരെ വളരെ ബേക്കിലാണ്, വളരെ മടിയന്മാരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയതായിരുന്നു. ഇന്ന് മദീനയിൽ ഡോക്ടർ അബ്ദുൽ ബൈജാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയുടെ അകത്തുള്ളതായ റസൂലുള്ളാഹിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് പിൻകാലഘട്ടത്തിൽ വന്നതായ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഇന്ന് സംസാരിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇത്തിബാ ശരിക്ക് പിന്തുടർച്ച കൈകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിച്ച് ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ഒരാള് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടമാക്കേണ്ടത് അത് താഅത്തിലൂടെയാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കലിലൂടെയാണ് എന്ന് കവി പറഞ്ഞത്. അത് ഖുർആനിന്റെ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്ന ആയത്തിന്റെ തത്വമാണ് ആ പദ്യക്കാരൻ പറഞ്ഞത്. അതെന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ അനുസരിക്കുക. അപ്പോൾ ഇഷ്ടത്തെ നിങ്ങൾ സ്ത്രീകരിക്കേണ്ടത് അനുസരണത്തിലൂടെയാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ പ്രശ്നം അനുസരണമാണ്. അനുസരണത്തിന്റെ ഒരു ഭാഗമാണ് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലുക എന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയ, ഇതെല്ലാം ചെയ്യുന്ന സത്യവിശ്വാസികളായ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം മറക്കുന്ന, അള്ളാഹിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്ന, അള്ളാഹിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്ന, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്ന, അതിരുവിട്ട് കടക്കാതെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്താതെ, അള്ളാഹുവിന്റെ റസൂലിനെ ഷിട്ടിയാണ്, അവർ ബശറാണ്, അവർ മനുഷ്യനാണ്, പക്ഷേ അള്ളാഹുവിന്റെ ദൈവദൂതനാണ് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്സത്തുണ്ട്. അവർ സാധാരണ മനുഷ്യരല്ല, അവർ അസാധാരണ മനുഷ്യനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച മുഅ്ജിസത്തുള്ള റിസാലത്തുള്ള വ്യക്തിത്വമാണ് എന്നത് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകേണ്ടതായ ബഹുമതി, നൽകേണ്ടതായ ബഹുമാനം നൽകി ബാലൻസ് ശരിയാക്കി അതിൽ വിട്ട് കടന്നു പോകാതെ രൂപത്തിൽ അള്ളാഹു റസൂലിനെ സ്നേഹിച്ച് ജീവിക്കുന്ന, മരിക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ.